നമസ്കാരം വാസുവേട്ടാ. നമസ്കാരം. ഇതെന്തു പറ്റി വാസുവേട്ടാ? ഷോക്ക് അബ്സോർബർ പോയ വണ്ടി പോലെ എന്ത് വലിച്ചില് പോയത് എന്താണെന്ന് അറിയില്ല. ഒരു ഗട്ടറിൽ വീണതാ. എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ പുറകിൽ നിന്നൊരു ടിപ്പറും വന്നിടിച്ചു. അളിയനകത്തുണ്ടോ? ഉണ്ട്. എന്താ കാര്യം? ഒരു പേഴ്സണൽ ലോൺ കിട്ടുമോന്ന് അറിയാൻ വേണ്ടി വന്നതാ. മെയിൻ്റെനൻസ് ഒരുപാടുണ്ടേ. ഇത് ടിപ്പർ ലോറി ഇടിച്ചതൊന്നുമല്ല, ഭാര്യ കുനിച്ചീർത്തി ഇടിച്ചതാ. അനുഭവസ്ഥനോടാ നമ്പർ. അവനവൻ ഇരിക്കേണ്ടടുത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറിയിരിക്കുമെന്ന് ഇപ്പൊ അളിയന് മനസ്സിലായല്ലോ. ഇല്ലോമനക്കുട്ടാ, ഇത് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതാ. വേറൊരുത്തം വീഴേണ്ട കുഴിയിലാ ഞാൻ വീണത്. ആര്? വേണ്ട, അതും എന്റെ സംശയമാണെന്നേ അളിയനും അളിയന്റെ പെങ്ങളൊക്കെ പറയൂ. സത്യം കാലം തെളിയിക്ക. കാലനാ? കാലം. ഇത് ഇങ്ങോട്ട് തന്നാൽ ഞാൻ അങ്ങോട്ട് പോയിക്കൊള്ളാം. ഒരു ഏരിയ സമ്മേളനത്തിന് 1000 രൂപ സംഭാവനയോ? റെസീറ്റ് ഏരിയ സമ്മേളനത്തിൻ്റെതാണെങ്കിലും അവൾ എന്റെ ദേഹത്ത് നടത്തിയത് സംസ്ഥാന സമ്മേളനമാണ്. ശരി, ഒരു 500 രൂപ തരാം. എന്റെ അത്രേ ഉള്ളൂ. മതി, ബാക്കി 2 ദിവസം കഴിഞ്ഞ് വാങ്ങിച്ചോളാം. ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെന്റ്. അപ്പൊ റെസീറ്റ് തരില്ല. പിന്നെ അളിയന്റെ നാടകം മുടങ്ങണ്ട എന്നുണ്ടെങ്കിൽ ആ പെണ്ണിനെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാതിരിക്കുന്നതാവും നല്ലത്. എന്താ, അവൾക്ക് ഇതുപോലെ അടി തെറ്റുവോ? ഏയ്, അവൾക്കൊന്നും പറ്റില്ല. പക്ഷെ എനിക്ക് ഇതുപോലെ ഒന്നുകൂടി പറ്റും. അതോടെ ഞാൻ തീരും. സ്വന്തം അളിയൻ ദിവംഗതനായാൽ 41 കഴിയാതെ അളിയന് നാടകം കളിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞതാ. പോട്ടെ. അല്ല, പോയിട്ട് വരാം. വരണ്ട. വരും. അടുത്ത സംസ്ഥാന സമ്മേളനം കഴിഞ്ഞാൽ ഞാൻ വരും. ഇതാരാ ഈ ബോർഡ്? പോവാണോ? പൂവാണോ കായാണോന്ന് 2 ദിവസം കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അറിയിച്ച പോരെ പ്യൂണേ. അളിയനെന്താ ഒരുമാതിരി മൊന വെച്ച് സംസാരിക്കുന്നു? മൊന വെച്ചല്ലാണ്ട് അത് വെച്ച് സംസാരിക്കാൻ പറ്റും? അവനവൻ ഇരിക്കേണ്ട സ്ഥലത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ പപ്പം കയറി ഇരിക്കുമെന്ന് അളിയനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഓമനക്കുട്ട അങ്ങനെയൊന്നും പറയില്ല. അങ്ങനെ പറയില്ല. ഞാനെല്ലാം പുറത്തു നിന്ന് കേട്ടു. ഇപ്പോഴെങ്കിലും ഈ പപ്പന്റെ വില നിനക്ക് മനസ്സിലായല്ലോ. നീയോ? അതൊക്കെ ബാങ്കിന് വെളിയിൽ. സോറി, മാനേജർക്ക് മനസ്സിലായല്ലോ. കഴിഞ്ഞതൊക്കെ പോട്ടെ. നന്ദന അടുത്ത തവണ റിഹേഴ്സലിന് വരുമ്പോ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയിക്കോളാം. മാനേജർ സാറിന് അതിന്റെ പേരിൽ ഒരു ടെൻഷൻ വേണ്ട. എന്റെ ടെൻഷൻ നീ നടിമാരെ വീട്ടിൽ കൊണ്ടുപോകുന്നതിലാണെങ്കിലോ? തമാശ പറയാതെ ഓമനക്കുട്ട, ഈ പാവപ്പെട്ട നടിമാരെ ഞാൻ അക്കോമഡേറ്റ് ചെയ്യുന്നത് പോലെ വേറെ ആരും അക്കോമഡേറ്റ് ചെയ്യും? അത് ശരിയാ. സ്വന്തം ഭാര്യയെ ഉറക്ക ഗുളിക കൊടുത്ത് ഉറക്കി കിടത്തി നടിമാരെ അക്കോമഡേറ്റ് ചെയ്യാൻ നിനക്ക് മാത്രമേ പറ്റൂ. കറക്റ്റ്. എന്താ പറഞ്ഞേ? നീ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. കഴിഞ്ഞ നാടകത്തിന് വന്ന വട്ടവള വിലാസിനി എന്നോട് എല്ലാം പറഞ്ഞു. അയ്യോ, അവളെ വിശ്വസിക്കരുത്. ആ താടക നാവെടുത്താ നുണയെ പറയൂ. ഓമനക്കുട്ട, നമ്മൾ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച് ഒരേ പാത്രത്തിൽ ആഹാരം കഴിച്ച് ഒരേ പായിൽ കിടന്ന് ഉറങ്ങി വളർന്നവരല്ലേ. എന്നെങ്കിലും എന്നിൽ നിന്നും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഞാനൊരു മോശക്കാരനാണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോന്ന്? തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാടകം അറിയാത്ത നന്ദനെ നിന്റെ കൂടെ പറഞ്ഞു വിടാത്തത്. മേലാൽ ഈ കാര്യവും പറഞ്ഞ് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ. പപ്പ, ഈ ഉറക്ക ഗുളിക ബാക്കി ഇരിപ്പുണ്ടോ? ഉണ്ട്. അതെടുത്ത് കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോ. എന്റെ നായിക ആരുടെ കൂടെ താമസിക്കണം, എവിടെ താമസിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ഈ വിലാസിനിമാർ ഇങ്ങനെ വിശ്വാസവഞ്ചന കളിക്കാൻ തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും? മോളു, എക്സാം അടുത്തിരിക്കുമ്പോഴാ ഡാൻസ് പഠിത്തം. അതെ, മോക്ക് ട്യൂഷൻ എടുക്കാൻ ഈ ചെറിയച്ഛൻ വന്നേ. ഇത്രയും ദിവസം വന്നില്ലല്ലോ. ഇന്നെന്തായാലും മോൾക്ക് ഡാൻസ് പഠിക്കണം. വാ ചേച്ചി. ഓ, ഇതാണോ മോളുടെ ഡാൻസ് ടീച്ചർ? ചോദ്യം കേട്ടാ നിനക്ക് ഇവിടെ അറിയില്ലെന്ന് തോന്നുമല്ലോ. ഒരു ദിവസം നന്ദന അവിടെ ഒന്ന് നിന്നിട്ടുള്ളതല്ലേ? ആരോ അവിടെ നിൽക്കുന്നു നമ്മുടെ വാസു അളിയൻ പറയുന്നുണ്ട്. അത് ഈ കുട്ടിയാ? ഞാൻ ഇപ്പഴാ കാണുന്നേ. ഹലോ. നന്ദന എല്ലാ ശനി ഞായറും ഇവിടെ വന്ന് ഉണ്ണി ഡാൻസ് പഠിപ്പിക്കും. കൂട്ടത്തിൽ നാടകത്തിന്റെ റിഹേഴ്സലും നടക്കുമല്ലോ. ഡാൻസ് ഒക്കെ നല്ലതാ, പക്ഷെ മോളുടെ പഠിത്തം ഉഴപ്പരുത്. ഞാൻ ദിവസവും ഇനി ട്യൂഷൻ എടുക്കാൻ വരുന്നുണ്ട്. എന്താ മുരളി, നിനക്ക് ഈ വഴിയൊക്കെ അറിയോ? ഈ ആണിക്കുറിപ്പിന്റെ കൂടെയുള്ള പണിയുണ്ടേ, സമയം കിട്ടുന്നില്ല. അയ്യോ മോളെ, ചെറിയച്ഛൻ എല്ലാ ജോലികളും മാറ്റി വെച്ചിട്ട് മോളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കില്ല. നന്ദന ചേച്ചിക്കാണെങ്കിൽ റിഹേഴ്സലിന് പോവാൻ സമയമായി. ഇപ്പൊ മോളെ എന്തായാലും ചെന്നിരുന്ന് പഠിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഇരുന്ന് പഠിക്കാം. പോയി ബുക്ക് എടുത്തിട്ടോ? അത് വേണ്ട മുരളി, ഏത് കാര്യവും അതാത് സ്ഥാനത്തിനും ചെയ്യുന്നതാണ് അതിന്റെ ഭംഗി. നീ മോളെ കുട്ടി സ്റ്റഡി റൂമിലോട്ട് ചെല്ലേ. എനിക്കിപ്പോ എവിടെ ആയാലും എന്തായാലും ഒരു നല്ല കാര്യം അവന് തോന്നിയല്ലോ.
അച്ഛാ. എവിടെയാ മൂശേട്ടാ? ഞാൻ പുറകിൽ തന്നെ ഉണ്ട് മുതലാളി. ഇന്നാ. ആരടി ആട്ടക്കാരിയെ വീട്ടിൽ കയറ്റിയത്? ഇങ്ങോട്ടിറങ്ങി വാടി. എന്താ അച്ഛാ ഇത്? നന്ദന് ഉണ്ണിമോളെ ഡാൻസ് പഠിപ്പിക്കാൻ വന്നതാ. മിണ്ടരുത് നീ. ഈ നാടകക്കാരിയും കൊണ്ട് അവൻ ഇങ്ങോട്ടാണ് വന്നതെന്ന് കവലെ ചിലര് പറഞ്ഞപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. ഞാൻ പറയുന്നത് അച്ഛനൊന്ന് കേൾക്ക്. ഈ കുട്ടി നാടക നടിയൊന്നുമല്ല. ബാങ്കിലെ ബാധ്യത തീർക്കാൻ കൂടി വേണ്ടിയാ കുട്ടേട്ടൻ ഇവളെ. കണ്ട പെണ്ണുങ്ങളുടെയൊക്കെ ബാധ്യത തീർത്തു കൊടുക്കാൻ അവൻ ആരാടി? ബിൽ ഗേറ്റ്സാ? അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ഈ വീട്ടിൽ നടക്കില്ല. അതിന് വേറെ ഇടം നോക്കണം. അതിനുള്ള സെറ്റപ്പ് ഞാൻ ചെയ്തുതരാം. ഒരു കുഞ്ഞറിയില്ല. അന്തസ്സുള്ള കുടുംബം ഇത്. അഴിഞ്ഞാടാനുള്ള സ്ഥലമല്ല. മര്യാദയ്ക്ക് അവളെ പറഞ്ഞു വിടുന്നോ അതോ ഞാൻ ചവിട്ടി ഇറക്കണോ? വേണ്ട. ഇവളെ കൊണ്ടുവന്ന ഞാനാണെങ്കിൽ തിരിച്ചു കൊണ്ടുപോകാൻ എനിക്കറിയാം. അതിന്റെ പേരിൽ അന്തസ്സിന്റെ ലാഭം കുറയണ്ട. എന്നാ വേഗമാകട്ടെ. എനിക്ക് ഇവിടെ അടിച്ചു കളിച്ച് ശുദ്ധമാക്കണം. ആദ്യം സ്വന്തം മനസ്സ് ശുദ്ധമാക്കാൻ നോക്ക്. അവിടെ കറുപ്പ് കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടാ മറ്റുള്ളവരിലും അത് കാണുന്നത്. നന്ദന വരൂ. വരാൻ. നിക്കവിടെ. അവിടെ നിൽക്ക്. ഇങ്ങനെ ഇവിടെ കൂടെ കൊണ്ടു നടക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ എന്റെ കുടുംബത്തിന്റെ മാനം കാക്കാൻ എനിക്ക് എന്റേതായ വഴി നോക്കേണ്ടി വരും. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോളൂ. കുരയ്ക്കുന്ന പട്ടിക്ക് അടിക്കത്തില്ലെന്നാണ് പ്രമാണം. തല്ലിയത് അവനാണെങ്കിലും കൊണ്ടത് എനിക്കാണെന്ന് തോന്നുന്നുണ്ടാവും. എങ്കിൽ അത് വെറുതെയാ. ഇതിനപ്പുറം ഒരു ചുക്കും ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. നീ വാ. ഇത് പഴഞ്ചൊല്ലിലെ പട്ടിയല്ല. ഒരക്കേം ചെയ്യും. അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടോടി. മുഖത്ത് കാർക്കിച്ച് തുപ്പിയാലും ഒരു ഉളുപ്പും ഇല്ലാതെ ചെയ്യേണ്ടത് ചെയ്യുമെന്ന് അവൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇന്നത്തേക്കുള്ളതാ. ഇനി നാളെ മേടിക്കാം. അതെ, ഏട്ടത്തിയുടെ അച്ഛൻ പറഞ്ഞാലും കാര്യമുണ്ട്. ആ കുട്ടിയോട് ഇങ്ങനെ വെറുതെ ഒരു സിമ്പതി ഒക്കെ കാണിച്ചാ നീ എന്റെ അച്ഛനെ പോലെ ആവല്ലേ മുരളി? അല്ല, അതല്ല ഞാൻ പറഞ്ഞു. നിന്റെ ഏട്ടനെ മറ്റാരെക്കാളും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നീയാ. അത് ഓർമ്മ വേണം. ഏട്ടത്തി ഞാനിത് എല്ലാരും കുടിക്കുന്ന സിമ്പതി കാണിച്ചാ ഞാൻ എന്ത് ചെയ്യുമേ? പരിഹസിക്കുന്നു പരമദ്രോഹി. ഇത്രയും കാലം നിങ്ങളുടെ കുടില തന്ത്രങ്ങൾക്ക് ബലിയാടായ ഒരു നിസ്സഹായന്റെ നീതിക്ക് വേണ്ടിയുള്ള അന്തിമ പോരാട്ടമാണ്. അബദ്ധജടലവും ജുഗുപ്സാവഹവുമായ നിന്റെ ഈ ജൽപ്പനങ്ങൾ ശ്രമിച്ച് എന്റെ കാതുകൾ തടപ്പിച്ചിരിക്കുന്നു. അനർഗളം നിർഗളിക്കുന്ന വാഗ്ധോരണി കൊണ്ട് ഈ സമയമായില്ലെന്ന്. സമയമായില്ലയോ? നീ മൂഢസ്വർഗത്തിലാണ് ചിത്തരഞ്ജൻ ദാസ്. മര്യാദയ്ക്ക് നീ ഇവിടുന്ന് കടന്നു പോയില്ലെങ്കിൽ പറയൂ. പോയില്ലെങ്കിൽ തോക്കിന് തീരെയാകും. ശക്തിയല്ല, ഉണ്ടയാണ് ആവശ്യം. അതെന്റെ തോക്കിലുണ്ടോ എന്നാണ് എന്റെ സംശയം. ഭാഗ്യം, ഒരു ചെറിയ ഉണ്ടയുണ്ട്. ഈ ഉണ്ട നിനക്കുള്ളതാണ് ചിത്തരഞ്ജൻ. അതുകൊണ്ട് തനിക്ക് ലാഭമുണ്ടെങ്കിൽ വെക്കോ. എന്റെ തോക്ക്. രക്തബന്ധത്തിന്റെ വിലയറിയാത്ത കാട്ടാള ജന്മമേ, നിങ്ങൾക്കിനി ആയുസില്ല. നിങ്ങളുടെ മരണശിക്ഷ ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ നൽകാൻ പോകുന്നു. ഇത്തരത്തിലുള്ള ഒരമ്മായിയപ്പന്മാരും ഇനി ഇവിടെ ജീവിച്ചിരിക്കാൻ പാടില്ല. എല്ലാത്തിന്റെയും അന്ത്യം. പ്രിയമുള്ള പോക്കിറങ്ങാടി നിവാസികളെ, ഈ നാടിന്റെ മുഖച്ഛായ മാറാൻ പോകുന്നു. ഈ നാടിന്റെ പേര് വാനോളം ഉയരാൻ പോകുന്നു. നിങ്ങളുടെയൊക്കെ നല്ല മനസ്സുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് ഒരു മഹത് വ്യക്തി കാലെടുത്ത് കുത്താൻ പോകുകയാണ്. പോക്കിറങ്ങാടിക്ക് വഴി ചോദിച്ച ഈ മഹാസംഭവത്തെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞതിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കതിയായ ചാരിത്രമുണ്ട്. ആണിക്കും അസൂയക്കും മരുന്നില്ലാത്തതുകൊണ്ട് ഇപ്പൊ ഞാനിതിന് മറുപടി പറയുന്നില്ല. നിങ്ങളുടെയൊക്കെ അനുഗ്രഹാശിസുകളോടുകൂടി ഞാനിതാ ആ മഹത് വ്യക്തിയെ പോക്കറങ്ങാടിക്ക് സംഭാവന ചെയ്യുകയാണ്. പകരം ചില്ലറ സംഭാവനകൾ നിങ്ങൾ എനിക്കും തരണം.